ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഹാൻഡ് എംബ്രോയ്ഡറി ചെയ്യുമ്പോഴും നമ്മൾ ആരി വർക്ക് ചെയ്യുമ്പോഴും എങ്ങനെ നമുക്ക് നെക്ക് മാർക്ക് ചെയ്യാം, അപ്പോൾ അതിൻ്റെ വീഡിയോ ആയിട്ടാണ്. അപ്പോൾ അതെങ്ങനെയാണ് തുണി ഫോൾഡ് ചെയ്ത് കൊടുക്കുന്നതെന്ന് നോക്കാം. ആദ്യം ഒന്ന് നീളത്തിൽ മടക്കിയിട്ട് പിന്നൊന്ന് വീതിയിലാണ് മടക്കി കൊടുക്കുന്നത്. ഫോൾഡ് ചെയ്ത ഭാഗം നമ്മുടെ നേരിട്ട് വയ്ക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്കിനി അളവുകൾ എടുത്തു കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ആദ്യം നെക്ക് വിഡ്ത്താണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. 2 ഇഞ്ചാണ്. അവിടുന്ന് താഴോട്ട് ഒരു 1/2 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചിട്ട് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുക്കുക. അവിടെ നമ്മുടെ വർക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഷോൾഡർ ജോയിൻ ചെയ്ത് കൊടുക്കുമ്പോൾ തട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നെക്ക് ലെങ്ത്ത് ഞാനിവിടെ ഒരു 3.5 ഇഞ്ചാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അതൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് ബോക്സായി വരച്ചെടുക്കുക. നമുക്ക് ഇഷ്ടമുള്ള നെക്ക് ചെയ്യാം. ഞാനിവിടെ ഒരു റൗണ്ട് നെക്കാണ് ചെയ്യുന്നത്. ബോക്സാക്കി വരച്ചെടുത്തിട്ട് നമ്മൾ കർവ് ഷേപ്പ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ നെക്ക് മാർക്ക് ചെയ്തതിൻ്റെ തൊട്ട് തന്നെ ഒരു 1/4 ഇഞ്ച് നീക്കി മാർക്ക് ചെയ്ത് കൊടുക്കുക. ചുറ്റും നമുക്ക് അങ്ങനെയൊന്ന് മാർക്ക് ചെയ്തെടുക്കാം. എന്നിട്ട് അതിലൂടെയും നമുക്കൊന്ന് വരച്ചു കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് നിവർത്തി വെച്ച് കൊടുത്തിട്ട് നമ്മൾ ഈ ചോക്ക് കൊണ്ട് മാർക്ക് ചെയ്ത ഭാഗം കറക്റ്റ് സെൻറ്റർ നോക്കിയിട്ട് നമുക്ക് ഇപ്പുറത്തോട്ടൊന്ന് മടക്കി കൊടുക്കാം. മടക്കി കൊടുത്തിട്ട് നന്നായി ഒന്ന് പ്രസ് ചെയ്താൽ നമുക്ക് ഈ വരച്ച ചോക്കിൻ്റെ മാർക്കിംഗ് നമുക്ക് ഇപ്പുറത്തെ സൈഡോട്ടും കിട്ടും. നന്നായി ഒന്ന് പ്രസ് ചെയ്ത് കറക്റ്റായി വെച്ചതിന് ശേഷം മാത്രം പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പം നമുക്കിതൊന്ന് യോജിപ്പിച്ച് വരച്ചെടുക്കാം. എന്നിട്ട് മേലെ ആ 1/2 ഇഞ്ച് നമുക്ക് സ്ട്രെയിറ്റ് ലൈൻ ഇട്ട് കൊടുത്തിട്ട് ഇപ്പുറത്തെ ഭാഗത്തും നമുക്ക് അങ്ങനെ ഒന്ന് വരയിട്ട് കൊടുക്കാം. പുറത്തെ ലൈനിലൂടെ വേണം നമുക്ക് വർക്ക് ചെയ്തെടുക്കാൻ. എന്നിട്ട് നമുക്കതിൽ റിങ് ഫിക്സ് ചെയ്യാം. റിങ് മേലത്തെ സ്ക്രൂ ഒന്ന് അയച്ചു കൊടുത്തിട്ട് സ്ക്രൂ ഉള്ള റിങ്ങാണ് നമുക്ക് മേലെ ഇട്ട് കൊടുത്തിട്ട് ടൈറ്റ് ചെയ്യേണ്ടത്. കറക്റ്റായി വെച്ച് കൊടുത്തിട്ട് നമുക്കൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ക്ലോത്ത് ഒന്ന് നമുക്കിങ്ങനെ ഒന്ന് വലിച്ചു കൊടുത്താൽ മതി. അപ്പോൾ നല്ല ടൈറ്റിൽ നിന്നാൽ നമുക്ക് വർക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.